എന്തൊക്കെയായാലും ജാതിക്കാട് പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രിവിലേജ് എവിടെയാണെന്നുണ്ടെങ്കിലും കിട്ടും. തീർച്ചയായിട്ടും ഇപ്പൊ തന്നെയാണെങ്കിലും വേടനാണെന്നുണ്ടെങ്കിലും പുള്ളി ശരിക്കും ഉണ്ടെങ്കിൽ വേടൻ ഒരു നല്ല റാപ്പറാണ്, പാട്ട് എഴുതുന്ന ആളാണ്, പാട്ട് പാടുന്ന ആളാണ്. പക്ഷെ അവന്റെ ഏത് പാട്ടാ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്? ഏത് പാട്ടിലാണ് ആൾക്കാർ കുറച്ചുകൂടെ ഹൈപ്പ് കിട്ടാൻ തുടങ്ങിയത്? ജാതി ബേസ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇറക്കി വിട്ട് കഴിഞ്ഞത്തേനുമാണ് കുറച്ചുകൂടെ വേടന് ഹൈപ്പ് കിട്ടിയത്. പുള്ളിക്ക് ഇത്ര ഹൈപ്പ് ഉള്ളത് ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു റെപ്രസെന്റേഷൻ ആണ്. പക്ഷെ എനിക്ക് തോന്നിയൊരു കേസ് എന്താണെന്നറിയോ, ഹൈ കാസ്റ്റ് ലോ കാസ്റ്റ് എന്നുള്ളൊരു സിസ്റ്റം പണ്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പത്തെ ആൾക്കാരിലൊന്നും അങ്ങനത്തെ വലിയ, ഇപ്പത്തെ ഒരു 99% ആൾക്കാരിലും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. ആൾക്കാരങ്ങനെ കൺസിഡർ ചെയ്ത് മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പം ഒരു പഴയ രീതിക്കുള്ള ഒരു സെറ്റപ്പിലേക്കുള്ള ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ എന്താ അവനിപ്പോ എങ്ങനെയാ ഹ്യൂമൻ ആയിട്ട് എല്ലാരും കൺസിഡർ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു പാട്ട് വേറെ ഇങ്ങനെ ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞത്തേനും അത് വീണ്ടും ഇങ്ങനെ ഡൈവേർട്ട് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ശരിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. എനിക്ക് വേണ്ട പാട്ടുകൾ ഇഷ്ടമാണ്, ഞാൻ നേരത്തെ കേട്ടോണ്ടിരുന്നതാണ്. പക്ഷെ ഈ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് ബാക്കി എല്ലാവർക്കും പുള്ളിയോടുള്ള താല്പര്യം കൂടിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് താല്പര്യം കുറയുക ചെയ്തു. കാരണം അതൊരു സെപ്പറേഷൻ ഉണ്ടാക്കാനായിട്ട് പുള്ളി ആ ഒരു പ്രശ്നം ഇല്ലാതാക്കാനാണ് ശ്രമിച്ചതെന്നുണ്ടെന്നുണ്ടെങ്കിലും പക്ഷെ അവിടെ ഫൈനലി അതിന്റെ ഔട്ട്കം ആയിട്ട് വന്നത് അത് ഒരു സെപ്പറേറ്റ് ചെയ്യുന്ന രീതിക്കായി പോയി. ആദ്യമായിട്ടല്ല അങ്ങനെ ഒരു കേസിൽ ഒരാള് പെട്ടിട്ടും അത്രയും സോഷ്യലി ഒരു സപ്പോർട്ട് കിട്ടുന്നത് ആദ്യമായിട്ടല്ലേ ഒരു പാട്ടുകാരായിരുന്നു മാത്രം. അത് തന്നെ പാട്ടുകാരൻ ആയതുകൊണ്ട് പുള്ളി അങ്ങനെ ഒരു റെപ്രസെന്റേഷൻ എന്ന രീതിയിൽ അത് അമ്മമാര്, പ്രായമായവര്, അത്ര ആൾക്കാര് പുള്ളിനെ അക്സെപ്റ്റ് ചെയ്ത് ഉള്ളിൽ വെച്ചേക്കുവാണ്. സ്വാഭാവികമായിട്ട് അത്ര സപ്പോർട്ട് ഉണ്ട്. വേറെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിനെ സപ്പോർട്ട് ചെയ്യുന്ന പല ആൾക്കാരുണ്ടല്ലോ, ഈ പറയുന്ന അങ്ങനെ സപ്പോർട്ട് ചെയ്ത് പറയുന്ന ആൾക്കാരുടെ ഉള്ളിലും ഈ ഒരു സംഭവം ഭയങ്കര ഹെവി ആയിട്ട് കിടക്കുന്നു. ആ ഒരു സെപ്പറേറ്റ് എന്നുള്ള രീതിക്ക്. അല്ലെന്നുണ്ടെങ്കിൽ അവര് എന്ത് അങ്ങനെ ഒരു സംഭവം ഒന്നുമില്ല. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വേടന്റെ ഒരു സംഭവം മാർക്കറ്റ് ചെയ്യുന്നതും ആൾക്കാർക്ക് അറിയാലോ. ഈ ഒരു സംഭവം മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനത്ര ഹൈപ്പ് ഉണ്ടെന്ന് ആ രീതിക്ക് ഫോക്കസ് ചെയ്ത് പുള്ളിയുടെ പുറകെ പോകുന്നവരും ഉണ്ട്. പുള്ളി ചെയ്യുന്നത് വളരെ നല്ല കാര്യം. പുള്ളി അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി, ഒരു സപ്രഷനിലുള്ള ഒരു കമ്മ്യൂണിറ്റിനെ അത്രയും ഹൈപ്പിലേക്ക് എൻഹാൻസ് ചെയ്തുകൊണ്ട് പുള്ളിയുടെ കവിതകളിലൂടെ സംഭവങ്ങളിലൂടെ കൊണ്ടുവരുന്നത് വളരെ വലിയ കാര്യം. പക്ഷെ ഇതിനിടയിൽ ഇങ്ങനെ കുറെ കളികൾ നടക്കുന്നുണ്ട്. നമ്മൾ എന്നൊക്കെ നന്മമരം കളിച്ച് സംസാരിക്കാൻ നോക്കിയാൽ ഇതൊക്കെയാണ് സംഭവിക്കുന്നത് സത്യം പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരാളുടെ ജീവിതം ഏതെങ്കിലുമൊക്കെ ബേസ് ചെയ്താണല്ലോ ഇവര് പാട്ടും പരിപാടി. അപ്പൊ നമ്മൾ എവിടെന്നെങ്കിലും ഒരു സപ്രഷൻ അല്ലെങ്കിൽ ഒരു തിരിച്ചു വ്യത്യാസം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതുന്ന ഒരു സംഭവത്തിൽ എവിടെയെങ്കിലും അത് വരും. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ റേസിസം അടക്കമുള്ള ജാതി മതം പരിപാടികളൊക്കെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം അതിനെ കുറിച്ച് മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യാറ്. അതാണ് പോയിന്റ്. അതായത് സത്യം. എടാ എനിക്ക് തന്നെ ചെറുപ്പത്തില് ഈ കടവാവലിന്റെ ഒരു പേരുണ്ടായിരുന്നു. എത്ര നാളായിട്ട് സ്റ്റെൽത്ത് പോയി പ്ലസ് 1 പ്ലസ് 2 ഒരു പേരുണ്ടായിരുന്നു. എനിക്ക് പ്ലസ് 1ലേക്ക് കയറിയ സമയത്ത് കുറെ ആൾക്കാരെ കടവാവെന്നുണ്ട് വിളിച്ച്. അതുപോലെ തന്നെ വേറൊരു നമ്മുടെ കമ്പനിക്കാരനെ, അത് പേര് ഞാൻ പറയുന്നില്ല, ആരാന്ന് പറയുന്നില്ല. അപ്പം അവന് വേറൊരു പേര് വിളിക്കാം. ഞാനൊക്കെ ആ പേര് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, പട്ടിക്കാട്ടം. അങ്ങനെയാണ് അവനെ വിളിച്ചോണ്ടിരുന്നത്. അപ്പൊ അവനെ വിളിച്ചു തുടങ്ങിയതിന് അവൻ എന്ത് ചെയ്തു, അവൻ അതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ എന്റെ വടി നോക്കാൻ തുടങ്ങി. ഞാൻ തിരിഞ്ഞു വന്ന് നോക്കാതായി. അപ്പൊ അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞത്തേനും എന്റെ പേരെങ്ങനെ ഇവന്റ് ചെയ്തൊന്ന് വിട്ടുപോയി. കാരണം നമ്മളൊരു കാര്യത്തിൽ പറയുമ്പോഴത്തേനും ആൾക്കാരാണ് കുറച്ചുകൂടി അതിനെ പറ്റി നീ വിശ്വസിക്കുന്നതിനെ പറ്റി ആലോചിച്ച് നോക്കി. തീർച്ചയായിട്ടും നമ്മള് ഒരു കാര്യത്തെ പറ്റി വീണ്ടും വീണ്ടും അതിനെതിരായിട്ട് പിന്നെയും പ്രവർത്തിക്കുമ്പോ ആൾക്കാർ വീണ്ടും അവിടെ ഇപ്പൊ ഈ LGBT കമ്മ്യൂണിറ്റി ഇപ്പൊ മറ്റേ ഞാൻ പറയാം, എനിക്ക് ഒരു കുഴപ്പമില്ല, റിയാസ് സലീം വീണ്ടും ആ ഒരു സംഭവത്തിന് ഇങ്ങനെ, അതായത് പുള്ളി അത് തിരിച്ചടിച്ച് പറയുന്തോറും ഇപ്പൊ ഞാൻ ഒന്നും ഇടപെടാത്ത ആളായിരിക്കും. ഞാൻ ഈ കാര്യങ്ങളിൽ എനിക്കൊരു പേഴ്സണൽ ഒപ്പീനിയൻ അതിനകത്ത് എതിരായിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ മിണ്ടാണ്ടിരിക്കുന്ന ഒരാളാണ്, ഞാൻ സ്ക്രോളി പോകുന്ന ഒരാളാണെന്ന് കൂട്ടിക്കോ. പക്ഷെ എന്നാലും ഇവൻ വീണ്ടും ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഇത്ര എന്നെ കാണിക്കണേ എന്നുള്ള രീതിയിൽ ഞാനൊരു അഭിപ്രായം പിന്നെ ചെന്നിടും. പക്ഷെ അവരുടെ ഒരു വീഡിയോയിൽ അതങ്ങ് നിർത്തി തീർന്നു പോയായിരുന്നെങ്കിൽ ആൾക്കാരത് മൈൻഡ് ചെയ്യില്ല. അതുപോലെ തന്നെ നമുക്ക് മമ്മൂട്ടിയോട് ഹേറ്റ്, മോഹൻലാലിനോട് ഹേറ്റ്, ഇങ്ങനെ സംഭവം ഉണ്ടാവുന്നല്ലോ. ഇങ്ങനെ സംഭവം ഉണ്ടാകാൻ കാരണം ആരാ? അമ്മാരെ ഫാൻസാ. ഫാൻസിന്റെ ദുരിതം കാണാൻ അത് തന്നെ ഞാൻ പറയാം.